10 വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് നിങ്ങളെന്ന് സങ്കല്പിക്കുക. നിങ്ങളും നിങ്ങളുടെ മകളും 2 ദിക്കുകളിൽ, ലോകത്തിന്റെ 2 കോണുകളിലാണ് താമസിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ആശയവിനിമയം നടത്താൻ കത്തുകളല്ലാതെ മറ്റൊരു വഴിയും ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ല എന്നും സങ്കല്പിച്ചു വെക്കുക. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ദൂരെയുള്ള അങ്ങ് കിടക്കുന്ന മകൾക്ക് കത്തുകൾ എഴുതുകയാണ്. എന്തായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കുക? പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് എഴുതുമോ? ഭൂമിയിലുള്ള ജീവികളെക്കുറിച്ചും ജീവിവർഗത്തിന്റെ ആവിർഭാവങ്ങളെക്കുറിച്ചും പിന്നീട് ബഹുകോശ ജീവികൾ ഉണ്ടായതിനെക്കുറിച്ചും നിങ്ങൾ എഴുതുമോ? ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസിനെ കുറിച്ചും അവരുടെ ആവിർഭാവത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഭാഷകളെക്കുറിച്ചും എഴുതുമോ? മനുഷ്യരുടെ എക്കാലത്തെയും മികച്ച കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായ കൃഷിയെക്കുറിച്ചും ആ ഒരു കൃഷിയുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ചും അത് നിമിത്തമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങൾ എഴുതുമോ? പ്രാചീന മനുഷ്യരുടെ അറിവില്ലായ്മയിൽ നിന്നുമാണ് മതങ്ങളും ദൈവങ്ങളുമെല്ലാം ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇന്ന് ഈ ലോകത്ത് കാണുന്ന എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമോ? മത്സ്യാസ്ഥികൂടത്തെക്കുറിച്ചും ജന്തുക്കളുടെയും കെട്ടിടങ്ങളുടെയും ജീർണാവശിഷ്ടങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമോ? ഇന്ത്യയെയും ചൈനയെയും കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടാവുമോ? കച്ചവടങ്ങളെക്കുറിച്ച്, സംഖ്യകളെക്കുറിച്ച്, അക്ഷരങ്ങളെക്കുറിച്ച്, കണക്കുകളെക്കുറിച്ച് നിങ്ങൾ ആ ഒരു പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കത്തിനകത്ത് എഴുതി വെക്കുന്നുണ്ടാവുമോ? എന്തിനിത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നായിരിക്കും ഭൂരിപക്ഷം ആളുകളുടെയും സംശയം. അതും ഒരു 10 വയസ്സായ മകളിനോട് അല്ലെങ്കിൽ മകൾക്ക് എഴുതുന്ന കത്തുകളിൽ എന്തിന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന് തന്നെ ആയിരിക്കും ഭൂരിപക്ഷം മനുഷ്യരും ആലോചിക്കുന്നുണ്ടാവുക. എന്നാൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ ഒരച്ഛൻ തന്റെ മകൾക്ക് എഴുതിയ കത്തുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് വിവരിച്ചുകൊണ്ട് ഈ കത്തുകൾ അയച്ചിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഈ ഒരു കാര്യം. ഈ ഒരു കാലഘട്ടത്തിലെ അച്ഛനമ്മമാര് പോലും ഒരിക്കലെങ്കിലും കുട്ടികളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ വളരെ ചുരുക്കം ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പ്രതിപാദിക്കുകയും ആ തരത്തിൽ മക്കളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാലഘട്ടത്തെ, അതായത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തെ അപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അച്ഛൻ, പണ്ട് ഒരു ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അച്ഛൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്റെ 10 വയസ്സായ മകളോട് ചർച്ച ചെയ്തിട്ടുണ്ട്, കത്തുകളിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷെ ഭ്രാന്താണെന്ന് പലർക്കും തോന്നിയേക്കാം. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണ്. 1928 ആ ഒരു വേനൽ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ചർച്ച ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് ആ ഒരു ഒഴുക്കിനെതിരെ നീതിയിരുന്ന അച്ഛന്റെ പേര് ജവഹർലാൽ നെഹ്റു, മകൾ ഇന്ദിരാഗാന്ധി. ആ ഒരു പുസ്തകമാണ്, ആ കത്തുകളെല്ലാം തന്നെ, അന്ന് എഴുതിയ കത്തുകളെല്ലാം തന്നെ ഉൾച്ചേർത്തിട്ടുള്ള പുസ്തകമാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറയുന്ന പുസ്തകം. ഈ ഒരു പുസ്തകത്തിന്റെ കവർ പേജാണ് നിങ്ങളോട് കാണുന്നത്. ജവഹർലാൽ നെഹ്റു തന്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക്, 10 വയസ്സ് മാത്രമുള്ള ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളുടെ ഒരു സമാഹാരമാണ് ഈ ഒരു പുസ്തകം. ഇന്ദിരാഗാന്ധി ഉത്തരാഖണ്ഡിലെ മുസൂറിയിലായിരുന്ന സമയത്ത് അലഹബാദിൽ നിന്നും നെഹ്റു അയച്ച കത്തുകളാണ് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുകയും ഇന്നും ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ ഒരു കത്തുകൾ. അന്ന് ഈ ജവഹർലാൽ നെഹ്റു തന്റെ മകൾക്ക് അയച്ച കത്തുകളെല്ലാം കൂടി സമാഹരിച്ചുകൊണ്ട് അലഹബാദ് ലോ ജേണൽ പ്രസ് ഒരു പുസ്തകമായി പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇതാണ് 1929 പ്രസിദ്ധീകരിക്കപ്പെട്ട, പിന്നീട് നെഹ്റുവിന്റെ എക്കാലത്തെയും പ്രസിദ്ധമായ പുസ്തകങ്ങളിൽ ഒന്നായി മാറിയ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ലെറ്റേഴ്സ് ഫ്രം ഫാദർ ടു ഹിസ് ഡോട്ടർ. നെഹ്റു ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ, ഇല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രം കണ്ടതിൽ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് എല്ലാം ഓടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ലേഖനങ്ങൾ, കത്തുകൾ, അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നു പോകുന്ന ഒന്നാണെന്ന് നമുക്കൊക്കെ തോന്നാനും സാധ്യതയുണ്ട്. എന്നാൽ നെഹ്റു ഇന്ത്യക്ക് അയച്ചുള്ള കത്തുകളിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തിരിക്കുന്നത് കേവലം തുച്ഛമായ അളവിൽ മാത്രമാണ്. ബാക്കിയുള്ളതോ പരിണാമം, അതുപോലെ തന്നെ ജീവശാസ്ത്രം, നരവംശാസ്ത്രം, ചരിത്രം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളുമായി അല്ലെങ്കിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ കത്തുകളാണെന്ന് ആലോചിച്ചു നോക്കണം. അതും തന്റെ 10 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള മകൾക്ക് എഴുതിയ കത്തുകൾ. പ്രപഞ്ചത്തിന്റെയും ഭൂമിയുടെയും ജീവികളുടെയും മനുഷ്യരുടെയും സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും ദൈവങ്ങളുടെയും ഭാഷകളുടെയും അക്ഷരങ്ങളുടെയും തുടങ്ങി ഏതൊരു മനുഷ്യരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നെഹ്റു തന്റെ കത്തുകളിലൂടെ ചർച്ച ചെയ്യുന്നത്. കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ വളരെ സരളമായ രീതിയിലാണ് ആ കത്തുകൾക്കകത്ത് നെഹ്റു ഈ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്തു പോയിട്ടുള്ളത്. സാങ്കേതിക വിദ്യകളുടെ വളർച്ച അതിന്റെ അങ്ങേയറ്റത്തോട് അടുത്തെത്തി നിൽക്കുന്ന, സാമൂഹ്യമായും സാമ്പത്തികമായും പുരോഗതി സിദ്ധിക്കുകയും ചെയ്തിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ പോലും മതസങ്കല്പങ്ങൾക്കും കെട്ടുകഥകൾക്കും പകരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്കിപ്പോഴും മടിയാണ്. അച്ഛനമ്മമാർ സ്വന്തം മക്കളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന്
നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാനുമാവില്ല. എന്നാൽ ഇതിനെതിരെയെല്ലാം വിപരീതമായി സഞ്ചരിച്ച ഒരു വ്യക്തിയുടെ എഴുത്തുകൾ, കത്തുകൾ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ ഒരു കത്തുകൾ വായിക്കാനുള്ള സമയമെങ്കിലും നമ്മൾ കണ്ടെത്തണം. നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ, ഇത്തരത്തിലുള്ള കത്തുകൾ വായിക്കാനുള്ള അവസരമെങ്കിലും നമ്മൾ ഒരുക്കി കൊടുക്കണം. അല്ലാത്ത പക്ഷം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് പുരോഗമനത്തിലേക്ക് അടുക്കാനാവുക? അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, ഇല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക്, ഇല്ലെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യർക്കും വായിച്ചിരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട ചില കത്തുകളാണ് നെഹ്റു തന്റെ മകൾക്ക് അയച്ചിട്ടുള്ള, ഇന്ത്യക്ക് അയച്ചിട്ടുള്ള കത്തുകൾ. അത് സമാഹരിച്ച് ഇന്നൊരു പുസ്തക രൂപത്തിൽ നമുക്ക് ലഭ്യവുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കത്തുകൾ പരിശോധിച്ചു നോക്കുമെന്നും വായിച്ചു നോക്കുമെന്നും വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.